ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എൻ്റെ ഈ മിനിഞ്ഞാന്ന് എന്താണ് ഈ ഒരു കുരു ഇതുവരെയും മാറിയിട്ടില്ല. അപ്പോൾ അത് നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് ഇടയ്ക്കെങ്ങാണേ കുരു വരത്തുള്ളൂ. വരികയാണെങ്കിൽ അത് 2-3 ദിവസം കാണുകയും ചെയ്യും. ഇതുപോലെ തന്നെ നല്ല വിസിബിൾ ആയിട്ടായിരിക്കും കാണുന്നത്. കാരണം എൻ്റെ മുഖത്ത് വേറെ കുരുക്കളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് വരുന്നത് തന്നെ നന്നായിട്ട് എടുത്ത് കാണും. പിന്നെ എനിക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് അവിടെ IP-യുടെ. അപ്പോൾ കുറച്ച് ഞാൻ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നാട്ടിൽ പോകാനുണ്ടായിരുന്നു. നാട്ടിലായിരുന്നു ഞാനപ്പോൾ അതിനനുസരിച്ചുള്ളത് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ സാറ്റർഡേ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഫ്രൈഡേ ഞാൻ ഇവിടെ സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു നമുക്ക് നാട്ടിൽ പോകാം. അപ്പോൾ തന്നെ ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറ്റർഡേ നോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൺഡേ മാഡം ഈ IP-യുടെ ടെസ്റ്റ് പറഞ്ഞു. അപ്പം കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് അത്യാവശ്യം നല്ല ബോറായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നും ഇങ്ങോട്ട് പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് എനിക്ക് IP ഡിഫിക്കൽട്ടാണ്. ഞാൻ പഠിച്ച് വരുന്നേ ഉള്ള IP. അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സങ്കടത്തിലാണ് രാവിലെ റെഡി ആയത് തന്നെ. ID കാർഡും സംഭവങ്ങളൊക്കെ പഠിച്ചിടുമായിരുന്നു. ID കാർഡ് ഞാൻ എന്തായാലും മറക്കാണ്ടിടും. എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ്. ബാക്കി എന്താ ID കാർഡ് മിക്കവരും ഊരി കളയാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഊരി കളയാറില്ല. എനിക്ക് ID കാർഡ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റിബൺ ഞാൻ ഒരിക്കലും കെട്ടിക്കൊണ്ട് പോകാറില്ല. എപ്പോഴും പോക്കറ്റിൽ എടുത്ത് വെക്കും. അസംബ്ലി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കിട്ടും. അല്ലെങ്കിൽ ടീച്ചേഴ്സ് വല്ലതും വരികയാണെങ്കിൽ എടുത്ത് കെട്ടത്തുള്ളൂ. എനിക്ക് റിബൺ ഇടുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. ഇട്ട് കഴിഞ്ഞാൽ അത് ഊരാനും മടിയാണ്. പിന്നെ വാച്ചും പിന്നെ കയ്യിൽ ഈന്തൊരു സംഭവം ഇട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അത് ഇനി വല്ല ടീച്ചേഴ്സ് കാണുകയാണെങ്കിൽ ഒരു പറ്റും, വഴക്ക് പറയുകയാണെങ്കിൽ ഒരു പറ്റും. പക്ഷെ അങ്ങനെ പറയാറൊന്നുമില്ല ഞങ്ങളുടെ സ്കൂളിൽ. അത്ര വലിയ പ്രശ്നമുള്ള ഒന്നല്ല. പിന്നെ എന്താ എൻ്റെ IP-യുടെ ടെക്സ്റ്റ് ബുക്കും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്സ് ഒന്നും ഞാൻ സ്കൂളിൽ കൊണ്ടുപോകത്തില്ല. കാരണം എനിക്ക് ബാഗിൽ വെയിറ്റ് വരുന്ന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മിക്ക ബുക്കുകളും ഞാൻ കൊണ്ടുപോകാറേ ഇല്ല. പിന്നെ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ബാഗ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അത്. പിന്നെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ളതാണ് നിങ്ങൾ ഈ കാണുന്ന ക്ലിപ്പുകളൊക്കെ. സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന ഫസ്റ്റ് തന്നെ യൂണിഫോമിൽ നിന്ന് അങ്ങോട്ട് മാറുക, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അതിനുശേഷം ഈ ബാഗിൽ നിന്ന് ഞാൻ എൻ്റെ എല്ലാ ബുക്കും എടുത്ത് കട്ടിലപ്പുറത്തോട്ട് ഇടും. അത് വേണ്ട ഏതാണൊക്കെയാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഓരോന്ന് ചെയ്യും. പിന്നെ ബാഗിനകത്ത് ബുക്ക് മാറ്റുന്നതൊപ്പം തന്നെ ലഞ്ച് ബോക്സ് മാറ്റും. അല്ലെങ്കിൽ അത് മറന്നു പോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ അമ്മയുടെ നിന്ന് ആ ദിവസം മൊത്തം എനിക്കത് കിട്ടും. അപ്പം ലഞ്ച് ബോക്സ് ഒക്കെ മാറ്റി അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ ബുക്സ് എല്ലാം എടുത്ത് വെക്കും. പിന്നെ വെള്ളം അത് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ സ്കൂളിലെ കൂളർ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ തീരും. അതിനുശേഷം വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗിൽ നിന്ന് എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഞാൻ സാറ്റർഡേ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിന്റെ ബുക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. വൈഗയുടെ ബുക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഹാൻഡ് റൈറ്റിങ്ങും എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഭവം. നമ്മുടെ ഫ്രണ്ടിന്റെ ഹാൻഡ് റൈറ്റിങ്ങും നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങും നമ്മൾ നല്ലപോലെ ഡിഫറൻസ് ഉണ്ടാവുമെന്ന്. അത് ഞങ്ങളുടെ കാര്യത്തിൽ പക്ക കറക്റ്റ് ആണ്. എൻ്റെ ആണെങ്കിൽ ഭയങ്കര വലിയ ഹാൻഡ് റൈറ്റിംഗാണ്. വലുതും ഒരു അലമ്പ് ഹാൻഡ് റൈറ്റിംഗ് ആണ് എൻ്റെ. പക്ഷെ അവളുടെ ഭയങ്കര ചെറുതും നീറ്റും ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗാണ്. ഭയങ്കര എക്സ്ട്രീം ഡിഫറൻസ് ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഹാൻഡ് റൈറ്റിംഗിൽ. അതുകൊണ്ട് തന്നെ അവളുടെ രീതിയിലേക്ക് നോക്കിയിട്ടൊന്നും എനിക്ക് പേജ് ഒന്നും വിടാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഡിഫറൻസ് ആണ്. അവൾക്ക് ഒരു പേജ് കൊണ്ട് വേണ്ടായിരിക്കും എനിക്ക് 2-3 പേജ് എടുക്കേണ്ടി വരും. അത്രയ്ക്ക് വലുതാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഞങ്ങളുടെ ഇംഗ്ലീഷിന്റെ ബുക്കാണിത്. അത് ഞാൻ അവള് ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്ക് വീട്ടിലേക്ക് എടുത്തോണ്ട് പോകത്തില്ല. വേണമെങ്കിൽ മാത്രമേ എടുത്തോണ്ട് പോകത്തുള്ളൂ. ഞങ്ങളുടെ ഡെസ്കിന്റെ അടിയിൽ വെക്കും. ഞാനും കുറച്ച് ബുക്സ് ഒക്കെ അവിടെ വെക്കാറുണ്ട്. എനിക്ക് വേണ്ടത് മാത്രം കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒക്കെ ഇവിടെ വെക്കും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എല്ലാം കൊണ്ടുപോകേണ്ടി വരും. കാരണം വീട്ടിലോട്ട് കൊണ്ടുവരേണ്ടി വരുന്നു. കാരണം അത്രത്തോളം എനിക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് പ്ലാൻ ചെയ്തു. അല്ലെങ്കിൽ ഞാനിതൊന്നും ഓർക്കത്തില്ല, പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ സംഭവമാണ് ആദ്യം ചെയ്തത്. ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഡ്രസ്സ് പോലും മാറിയത്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വൈകിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അവിടുന്ന് ആൻറ്റി കൊടുത്തതാണ് ഈ 2 ബുക്ക്. ആ മേളിലിരുന്ന ബുക്ക് എൻ്റെ കസിൻ കൊടുത്തതാണ് എൻ്റെ അമ്മയ്ക്ക് വായിക്കാനായിട്ട്. അമ്മ ജസ്റ്റ് റീഡിങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ അമ്മയ്ക്ക് കൊടുത്തതാണ്. എനിക്കൊന്നും വായിക്കാൻ പറ്റില്ല, എനിക്ക് മലയാളം അറിയത്തില്ല. പിന്നെ ആൻറ്റി എനിക്ക് പവർഫുൾ വന്നിട്ടുണ്ടായിരുന്നു. പവർലെസ് സീരീസിലെ ഒരു ബുക്കാണ് ഇപ്പോൾ ഇത്. ഞാനത് അവിടെ നിന്ന് തന്നെ കുറച്ച് വായിച്ചിട്ടുള്ളൂ. ഒരു 35 പേജോ 37 പേജോ കൊണ്ട് ഞാൻ വായിച്ചിട്ടുള്ളൂ. കുറച്ചേരം അവിടെ നിന്ന് വായിച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ ബുക്സും കൂടെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിത് കുറച്ചും കൂടെ വലുതാക്കണം എന്നുള്ള കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും +1 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം. +2 ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു പ്രോപ്പർ റീഡിങ് ഏരിയ സെറ്റാക്കും. ഇപ്പൊ ആ ഒരു ഈ ഒരു ഇതിന്റെ നടുക്ക് മാത്രമേ എൻ്റെ ബുക്സ് ഉള്ളൂ, സ്റ്റോറി ബുക്സ് ഒക്കെ ഉള്ളൂ. അപ്പൊ എനിക്കത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ നോട്ട് ചെയ്തേക്കുന്ന ക്ലിപ്പ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എൻ്റെ ഫോണിന് പ്രോപ്പർലി ചാർജ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു.
ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. ചാർജ് കുത്തിയിടേണ്ടേ മറന്നുപോയി. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കുത്തിയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അത് ഈ പ്രാവശ്യം ഞാനത് മറന്നുപോയി. പിന്നെ ഞാനത് അപ്പം തന്നെ എടുത്ത് ലൈക്ക് എൻ്റെ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലായിടത്തും വെച്ചേക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഇംഗ്ലീഷിനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വലിയ ആയിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ആദ്യൊരു ദിവസം കുറച്ച് ലൈറ്റ് ആയിട്ടാണ് പോയത്. ഞാൻ അധികം നോട്ട് എനിക്ക് എഴുതാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ചുമ്മാ കാണിച്ചു തന്നെയാണ്. പിന്നെ ആ കാണുന്ന ഫോട്ടോയിലുള്ളത് ഞാനാണ്. അത് ഞാനാണെന്ന് മിക്കവർക്കും മനസ്സിലാവത്ത പോലുമില്ല. കാരണം LKG തൊട്ട് 1ാം ക്ലാസ് വരുന്നത് ഞാൻ ബോയ്ക്കട്ടിലായിരുന്നു. പിന്നാണ് എൻ്റെ മുടി വളർത്താൻ തുടങ്ങിയത് തന്നെ. അത്രയും നാൾ ആ ഒരു ലുക്കിലായിരുന്നു ഞാൻ. പിന്നെ അത് കഴിച്ചിട്ട് ലൈക്ക് എന്താ കുറെ നേരം ഇരുന്ന് എഴുതിയതല്ലേ, നോട്ടൊക്കെ എഴുതിയല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പോരുന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെയാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ഒരു 7:30 ആയപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂള് കഴിഞ്ഞ് വന്ന് ഭയങ്കര ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ കഴിച്ചത്. അപ്പൊ എന്തായാലും ഇത്രയുള്ള എന്ത് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.